നമസ്കാരം. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ പൗരത്വ ഭേദഗതി തടയുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതവർ പറഞ്ഞതുമാണ്. അതുപോലെ 10 വർഷമായിട്ട് BJP സർക്കാർ ചെയ്ത വികസനങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് തകർക്കുമെന്നതും അവരുടെ ലക്ഷ്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി വികസനം നൽകുക അല്ല അവരുടെ ലക്ഷ്യം. അവർക്കൊരു മറ്റു ഗൂഢലക്ഷ്യങ്ങൾ കോൺഗ്രസിനുണ്ടെന്നത് വ്യക്തമാണ്. കോൺഗ്രസിന് പാകിസ്ഥാനുമായിട്ട് ബന്ധമുണ്ടോ എന്ന കാര്യം സംശയമാണ്. അവർ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ രീതിയിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തിരിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ കോൺഗ്രസിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വീഡിയോ ഒക്കെ പാകിസ്ഥാനിലെ മന്ത്രി ട്വീറ്റ് ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഓരോ തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് വലിയ രീതിയിൽ ഒരു വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് വാക്കുകളിലൂടെയും വീഡിയോയിലൂടെയും ഒരു വിവാദം അവർ സൃഷ്ടിക്കുന്നുണ്ട്. ജനങ്ങളുടെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണ പരത്താനാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വൻ പരാജയം ഏറ്റുവാങ്ങുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് അനാവശ്യമായ വിവാദങ്ങൾ പടച്ചുവിടുന്നത്. നിലവിലൊരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പറയുന്നത് ദക്ഷിണേന്ത്യയെ പ്രത്യേക രാജ്യമാക്കണമെന്നാണ്. എന്താണ് അവരുടെ ലക്ഷ്യമെന്ന് അല്ലെങ്കിൽ എന്താണ് അവരുടെ ആവശ്യമെന്ന് നമുക്കറിയില്ല. എന്നാൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിനെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്തെത്തിയിരിക്കുകയാണ്. രാജ്യത്തെ ഇനി വിഭജിക്കാൻ കഴിയില്ല എന്നാണ് അമിത്ഷാ പറയുന്നത്. ഉത്തരേന്ത്യ, ദക്ഷിണേന്ത്യ ഇങ്ങനെ രണ്ടായ രാജ്യത്തെ വിഭജിക്കാൻ കോൺഗ്രസിന് പദ്ധതി ഏറെ കാലമായുണ്ട്. അവർക്ക് അതിന് നല്ല താല്പര്യമാണ്. ശത്രു രാജ്യങ്ങൾക്ക് ഭൂമി വിട്ടുകൊടുത്ത ചരിത്രമാണ് കോൺഗ്രസിനുള്ളത്. അതൊരിക്കലും തിരിച്ചു പിടിച്ച ചരിത്രം അവർക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ദക്ഷിണേന്ത്യയിൽ മികച്ച വിജയം കാഴ്ചവെക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക എന്നീ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP ഏറ്റവും വലിയ കക്ഷിയാകാൻ പോവുകയാണ്. ഉത്തരേന്ത്യ തികച്ചും വ്യത്യസ്തമായ രാജ്യമായി മാറിക്കഴിഞ്ഞുവെന്ന് BRS നേതാവ് KT രാമറാവുവിന്റെ വിവാദത്തെയാണ് മോദി കർശനമായി അല്ലെങ്കിൽ ശക്തമായി വിമർശിച്ചിരിക്കുന്നത്. ആരെങ്കിലും ദക്ഷിണേന്ത്യയെ പ്രത്യേക രാജ്യമാക്കണമെന്ന് പറഞ്ഞാൽ അത് തികച്ചും പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇതോടെ കോൺഗ്രസിന്റെ ലക്ഷ്യം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കുമെന്ന് അവർ നേരത്തെ പറഞ്ഞതാണ്. അതിലും അവർക്കൊരു ലക്ഷ്യമുണ്ട്. കൂടാതെ ഭാരതത്തെ വിഭജിക്കാൻ അവർ ശ്രമിക്കും. അത് പാകിസ്ഥാന് ഏറ്റവും കൂടുതൽ സഹായമാകും ഇന്ത്യയിൽ കയറി വന്ന് ആക്രമണം നടത്താൻ.